റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ഷോർട്ട് കട്ട്, ഞാൻ ഈ പറയുന്ന ഷോർട്ട് കട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം എളുപ്പമായിരിക്കും. ഷോർട്ട് കട്ട് ഇതാണ്: പ്രസൻറ്റ് 1, പ്രസൻറ്റ് 2, പ്രസൻറ്റ് 3, പ്രസൻറ്റ് 4 എന്നുള്ള ടെൻസുകൾ അതിന് തത്തുല്യമായ പാസ്റ്റിലേക്ക് മാറ്റപ്പെടും. പാസ്റ്റ് 1, പാസ്റ്റ് 2. ഇപ്പോൾ പ്രസൻറ്റ് 3 എന്തായി മാറും? പാസ്റ്റ് 3, പാസ്റ്റ് 4 ഇങ്ങനെ മാറും. ഇതൊന്ന്. രണ്ടാമത്തെ കാര്യം, പാസ്റ്റ് 1-ൽ ഓൾറെഡി ഒരു സംഭവം കിടക്കുകയാണെങ്കിൽ അത് പാസ്റ്റ് 3-ലും, പാസ്റ്റ് 2-ൽ ഒരു സംഭവം കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റ് 4-ലുമായി മാറും. ഇനി എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച്? ഒരു വ്യക്തി രണ്ടാമതൊരു വ്യക്തിയോട് പറഞ്ഞ കാര്യം ആ രണ്ടാമതൊരു വ്യക്തി മൂന്നാമതൊരു വ്യക്തിയോട് റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. എന്തിനാണ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് തന്നെ നമുക്ക് ആലോചിക്കും. നമുക്കൊരു ഡൗട്ട് തോന്നും, അത് നേരെ അങ്ങ് പറഞ്ഞാൽ പോരെ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. നമ്മൾ ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തി, ഫോർ എക്സാമ്പിൾ ആഷിഖ് എന്നൊരു വ്യക്തി ഇപ്പോൾ ഇല്ല, ഈ ക്ലാസ്സിലില്ല. അപ്പോൾ ആഷിഖ് എന്നെ ഫോൺ വിളിച്ചെന്ന് വിചാരിക്കും. ആഷിഖ് എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാൻ ഇന്ന് ക്ലാസ്സിൽ വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് ക്ലാസ്സിൽ വരുന്നില്ല എന്ന് ആഷിഖ് പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുവാണ്, ആഷിഖ് പറഞ്ഞു ഞാൻ ഇന്ന് ക്ലാസ്സിൽ വരുന്നില്ല എന്ന്. പെട്ടെന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നും, സാറ് വരുന്നില്ലേ എന്ന്. മനസ്സിലായോ? ആഷിഖ് പറഞ്ഞു ഞാൻ ഇന്ന് ക്ലാസ്സിൽ വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സംശയം തോന്നും, സാറ് വരുന്നില്ലെന്നാണോ പറഞ്ഞത്? അപ്പോൾ ഇന്ന് ക്ലാസ് ഇല്ലേ? ഒരു ആശയക്കുഴപ്പം വന്നാണല്ലോ. അപ്പോൾ ആശയക്കുഴപ്പം വരാതിരിക്കണമെങ്കിൽ ഈ റിപ്പോർട്ട് സ്പീച്ചിൽ പറഞ്ഞാലേ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് റിപ്പോർട്ട് മലയാളത്തിൽ പറയാമെന്ന് നോക്കിയോ. ആഷിഖ് എന്നോട് പറഞ്ഞു അവൻ ഇന്ന് ക്ലാസ്സിൽ വരുന്നില്ലായിരുന്നു എന്ന്. ഇങ്ങനെയാണ് അതിൻ്റെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം സംശയമില്ല, ആഷിഖ് എന്നോട് പറഞ്ഞു അവൻ ഇന്ന് ക്ലാസ്സിൽ വരുന്നില്ലായിരുന്നു. അപ്പോൾ ഈ താഴെ കാണിക്കുന്നതാണ് റിപ്പോർട്ട് ചെയ്ത സ്പീച്ച്. മറ്റത് ഡയറക്റ്റ് സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ച് അയാളുടെ സൗണ്ട് അയാളുടെ ശബ്ദത്തിൽ പറഞ്ഞത് അറിയിക്കാനാണ് ഈ ഡബിൾ കോട്ട്സ് ഇട്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഡബിൾ കോട്ട്സൊക്കെ മാറ്റി ഇൻവേർട്ടർ കോമയൊക്കെ മാറ്റി നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യും. പത്രവാർത്ത പോലെ ഇതാക്കുക. കണ്ടോ?